അതെ, ഇനി 2 ദിവസത്തെ കാര്യം കൂടെ രണ്ടല്ല, ഒരു ദിവസത്തെ കാര്യം കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മധുരം വെപ്പ്, ചെക്കൻ്റെ വീട്ടിലെ മധുരം വെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെ മധുരം വെപ്പാണ്. നാളെയാണ് ഇവളുടെ വീടിൻ്റെ മധുരം വെപ്പ്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നീ പറഞ്ഞ പോലെ കല്യാണം. എൻ്റെത് മെന്നിൻ ക്യൂ, കൊച്ചിയിലെ മെന്നിൻ ക്യൂ ആണ് എൻ്റെത്. വിശേഷം ഇനിയിപ്പോൾ ഇപ്പോൾ കാണുന്ന തന്നെയാണല്ലോ ഏറ്റവും വലിയ വിശേഷം. ഇനിയിപ്പം മറ്റന്നാൾ കല്യാണ ദിവസത്തിലേക്കുള്ള കാര്യങ്ങളാണ്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തിരി ഒന്ന് ഫ്രീ ആവുമല്ലോ. ഇപ്പോൾ എല്ലാ ദിവസമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓട്ടത്തിലല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും നമുക്കുണ്ട്. ഇനി കല്യാണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കല്യാണം കഴിയുമ്പോഴത്തേക്കും സ്വസ്ഥം, സമാധാനം, അങ്ങനെ ഇനി അങ്ങനെ. പച്ച ലെൻസ് കണ്ണിനകത്ത് ലെൻസാണ്. അതെ. വേറെ എന്താ ചോദിച്ചു 6 വർഷം. അതായത് ഇപ്പോൾ 6 ആയിട്ടില്ല. 2025 മെയ് 28 ആകുമ്പോഴത്തേക്ക് 6 വർഷമാവും. അങ്ങനെ ലിനുവിൻ്റെ ഫുൾ ക്വാളിറ്റി, മൊത്തം ക്വാളിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഇനി ഏത് ക്വാളിറ്റിയാണ് ഞാൻ പറയേണ്ടതെന്നുള്ളത്. ഏറ്റവും മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് വലിയൊരു ക്വാളിറ്റി അല്ലേ? അല്ല, ഞാൻ ഇനിയിപ്പോൾ പലതരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ലിനുവാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ലിനുവിൻ്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. കേട്ടില്ല. ഇനി പട്ടായി ഞാൻ സായി കൂടെ പോകും. സായിയേ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം കാശ്മീർ പോകുന്നുണ്ട്, പിന്നെ ബാലിയും പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ നിലവിലിപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. കല്യാണം കഴിഞ്ഞ് നമ്മൾ പട്ടായ പോകുമെന്ന് ചോദിച്ചതാ. ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ സായും കൂടെ ഇനി ഞങ്ങൾ പാടാം. ഇല്ല, ഞങ്ങൾ പോകുന്നുണ്ട്. മൈക്കോ അല്ല, കല്യാണം കഴിഞ്ഞ് പട്ടായ വിടുമെന്ന് ചോദിച്ചതാ. കല്യാണം കഴിഞ്ഞാൽ പട്ടായ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പോയ അവിടെ കണ്ടതിൽ മേജർ ആയിട്ടുള്ള ആളുകൾ വരുന്നത് കല്യാണം കഴിഞ്ഞവരാണ്. അതെ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിലൊരു വിഷമം മനസ്സിലാവുക. പട്ടായ നമുക്ക് സ്വർഗം വന്നത്. അതെ. അല്ല, ഞങ്ങള് പട്ടായ പറഞ്ഞു വിട്ട് തന്നെ സ്നേഹയും ലിനും കൂടെയാണ്. ലിനുവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു രാജ്യം എങ്ങനെയാണ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെ പറഞ്ഞു തരും. അങ്ങനെയാണ്. നമ്മളൊന്നും കട്ട് ചെയ്തിട്ടില്ല. ചതിക്കാൻ നമ്പർ പെങ്ങൾ നോക്കുന്ന നമ്പരെ ഞങ്ങൾ ചതിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. പല സീക്രട്സ് വേണ്ട ഒന്ന് എടുക്കുവോ? അഭിഷേകം പറടാ. ഞാൻ ബ്രൗൺ. അപ്പൊ നീ ബ്രൗൺ ഇട്ടരുത്, വേറെ എന്തിട്ടോ. ഞാൻ ബ്രൗണാ. ഓക്കെ. നമ്മുടെ അഭിഷേക് ശ്രീകുമാറാ. ഞാൻ കല്യാണത്തിന് ഏത് കളർ സ്യൂട്ട് ഇടുന്നെന്ന് ചോദിച്ചിട്ട് വിളിച്ചതാണ്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടോ? കല്യാണത്തിന് ഒട്ടുമിക്ക ആൾക്കാരുണ്ടാവും. നമ്മൾ കാരണം ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ കല്യാണം ഇതുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കാരണം ന്യൂ ഇയറിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു എത്താൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങൾ. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് എല്ലാവരും വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഇതുവരെ കല്യാണത്തിന് ആരും ഒരു ഒഴിവൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വരട്ടെ. യമനേച്ചിക്ക് അന്ന് കേട്ടില്ല. എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ചോദ്യവും ആവശ്യമുണ്ടോ? കാരണം എൻ്റെ ഒരു നല്ല ദിവസമല്ലേ, അപ്പോൾ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട്? ഇല്ല, വിളിച്ചിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, വിളിച്ചിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, എൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക്. കേട്ടില്ല. എടാ, വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു നല്ല ദിവസമാണ്. എന്നാലും ഞാൻ ആൻസർ വളരെ സിമ്പിൾ അല്ലേ? എന്തിനാ അതൊരു എന്താ പറയണ്ടത്, അതൊരു ഡെഡ് എൻഡ് ആണ്. ആ ടോപ്പിക്ക് ഞാൻ ക്ലോസ് ചെയ്ത കാര്യമാണ്. പിന്നെ നീ ചോദിച്ചുകൊണ്ട് ഞാനത് മറുപടി പറയാം. അവിടെ വെച്ചാണോ അത് നമ്മൾ സംസാരിക്കേണ്ടത്? വളരെ സിമ്പിൾ അല്ലേ? ലോജിക്ക് വെച്ച് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതിയല്ലോ. ഇത്രയും മീഡിയ ഒക്കെ വരുന്ന സ്ഥലത്താണോ നമ്മൾ അങ്ങനെ? അല്ല, നമുക്ക് പേഴ്സണലി പറയാൻ എത്രയോ സമയങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ആ വിഷയം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വിഷയമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇനി ആ വിഷയമില്ല. നമുക്കത് കുഴപ്പമില്ല. നമുക്ക് പുതിയ കാര്യങ്ങളില്ലേ? ഇപ്പോൾ എൻ്റെ ഏറ്റവും ഒരു നല്ല ഡേ അല്ലേ ഇത്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് നമ്മളിപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ 2 തവണ ഞാൻ ശ്രമിച്ചു ലാലേട്ടനെ കണക്ട് ചെയ്യാനായിട്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത്. കാരണം ലാലേട്ടൻ്റെ നമുക്ക് 25-ാം തീയതി പടം റിലീസല്ലായിരുന്നോ?
അപ്പോൾ ലാലേട്ടൻ ആ സമയത്ത് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പടത്തിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളോട് ലാലേട്ടൻ എനിക്ക് അന്ന് കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ 4-ാം തീയതി നമ്മുടെ കല്യാണത്തിന് അന്ന് അമ്മയുടെ ഫാമിലി മീറ്റാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ, കാരണം ലാലേട്ടൻ്റെ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടേ, ഉറപ്പായിട്ട് നമ്മൾ ലാലേട്ടനെ നേരിട്ട് തന്നെ പോയി ഉറപ്പായിട്ടും കാണും. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പോയി കാണും. താങ്ക് യു സോ മച്ച്.